പടം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ 2 ഹിന്ദിക്കാർ അവരെ അവിടെ നിന്ന് ശരിക്കും ഈ കഥ ഈ ഏറ്റു ശരിക്കും ഈ കഥ നമ്മുടെ ഷാഹിദ് മഷൂദ് പൃഥ്വിരാജിൻ്റെ കഥയാണ് ശരിക്കും ഈ ഒരു സിനിമ. അവൻ്റെ കഥയിൽ ലാലേട്ടൻ വന്ന് കയറുന്നതാണ്, വേറെ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു ചെറിയൊരു സാധനമാണ്, ചെറിയൊരു കൺസെപ്റ്റാണ്. പക്ഷെ എന്തോ എവിടേക്ക് എന്തൊക്കെയോ പോരായ്മയുണ്ട്. പടം എന്താ പറയുക, നമുക്ക് ഓക്കെയല്ല. ഒരു ലാലേട്ടൻ ഒരു പ്രേമി ലാലേട്ടന് ഒരുപാട് ഇഷ്ടം. ലാലേട്ടൻ്റെ കുറച്ച് സാധനങ്ങൾ, വളരെ കുറച്ച് സാധനങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫസ്റ്റിൽ കണ്ട ലൂസിഫറിലെ അതേ സെയിം ലാലേട്ടനെ ഇതിൽ 2-3 സീനിൽ കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ക്യാമറ വർക്ക് ഇതിൻ്റെ ഉഗ്രം ക്യാമറ വർക്കാണ്. പിന്നെ ഇതിൻ്റെ അത് ഫൈറ്റ് സീന്, പിന്നെ ഇതിൻ്റെ ആർട്ടാണെങ്കിലും എല്ലാം കൊണ്ടും മേക്കിംഗ് രീതി വളരെ ഇതാണ്. പൃഥ്വിരാജിക്ക് പണി അറിയാം എന്തായാലും. പൃഥ്വിരാജിന് ഇനിയിപ്പം ബോളിവുഡിലൊക്കെ പോയിട്ട് നല്ല ഡയറക്ഷൻ ചെയ്യാം. കാരണം നമ്മൾ ഓരോ സീനുകൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഇംഗ്ലീഷ് പടമാണോ, ചിലപ്പോൾ ഹിന്ദി ആ ഒരു ഹിന്ദി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഹിന്ദി പടമാണോ. അങ്ങനെ നമ്മളങ്ങനെ മെയിൻറ്റ് കൊണ്ടുപോകും. പക്ഷെ ബോറടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ബോറടി ഉണ്ട്, നല്ലപോലെ ബോറടി ഉണ്ട് പടത്തിൽ. പക്ഷെ ഗുണങ്ങൾ ഈ ക്യാമറ സൈഡ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. പടം മൊത്തത്തിൽ ഒരു 10 നമുക്കൊരു 4 കൊടുക്കാൻ പറ്റുള്ളൂ. അത്ര ശോകം, നമ്മുടെ പ്രതീക്ഷ അത്ര ഹൈപ്പിലൊന്നും വന്നില്ല പടം. ഒന്നും പറയാനില്ലാത്തൊരു പടം, അങ്ങനെ വേണം പറയാം. ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷനൊക്കെ സൂപ്പർ. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിലെ ഡിജിറ്റൽ ക്വാളിറ്റി. അതായത് ഓരോ ഫ്രെയിമിലും നമുക്ക് എടുത്ത് കാണാം. അതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇത് മൊത്തം അതിലേക്ക് അതായത് ഗംഭീരമായിട്ട് പടം വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടിലേക്ക് ഒരു എൻട്രി പോലെ ഇട്ടിട്ടുണ്ട്. ആ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പിന്നെ പടത്തിൽ എടുത്ത് പറയേണ്ടതാണെന്ന് പറഞ്ഞാൽ BGM ഒക്കെ ഡീറ്റെയിലായിട്ട് വന്നു. BGMന് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ആ സംഭവം. പിന്നെ ഇതിൽ സെക്കൻഡ് ഹാഫിൽ ഫൈറ്റ് ഉണ്ട്. അതൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ആ എഫക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇപ്പോൾ അടുത്തിറങ്ങിയതിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വലിയ ഒരുപാട് ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സിനിമ കൊള്ളാം, കുഴപ്പമില്ല, അടിപൊളിയായിട്ട്. ഇങ്ങനത്തെ പടമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത്ര നല്ല ഹെവി ആയിട്ട് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലല്ലേ. കാശ് കൊടുക്കുന്ന കാര്യമില്ല പറഞ്ഞാൽ ക്വാളിറ്റി ആ ഒരു എക്സ്പീരിയൻസ് പോലുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നത്. വലിയ തെലുങ്കുമാരൊക്കെ ചെയ്യാനൊക്കെ ചെയ്യുന്നത് അത് പറയാതിരിക്കാൻ എടുത്ത് പറയണം. പുള്ളിക്കാരെങ്കിൽ നല്ല നല്ല വലിയ ആർട്ടിസ്റ്റൊക്കെ റേറ്റ് കൊടുക്കും പറ്റാൻ. കാരണം അങ്ങനെ രീതി വർക്ക് ചെയ്തിട്ടുണ്ട്, പണി അറിയാമെന്ന് കാണിച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ പെർഫോമൻസ് അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. സ്റ്റീഫനാണ് കുറേശ്ശിയാണ് അടിപൊളി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരനൊരു സ്പേസ് ഉണ്ട് കേട്ടോ. മറ്റേ പടം പോലെയല്ല, അതിനകത്ത് സ്പേസ് കുറവില്ല. എന്നാലും സ്പേസ് ഉണ്ട്, ആക്ഷനൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓരോ എച്ചിട്ട് നേരിട്ടായിട്ട് അതൊന്നും കുഴപ്പമില്ല. മഞ്ജൂരൊക്കെ നല്ല സീനാണ് കൊടുത്തത്. നല്ല അടിപൊളി കൈഡിക്കുന്നത്. മഞ്ജൂരൊക്കെ എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ കൈ കിട്ടാനുള്ള സീൻ കിട്ടിയിരിക്കുന്നത്. നല്ല കൈ കിട്ടുന്നത് നല്ലൊരു കിടിലൊരു സീനുണ്ട്. അവിടെ ക്ലൈമാക്സ് ഒക്കെ കിട്ടും. പിന്നെ ക്ലൈമാക്സ് കാമറോട് ഞാൻ പറയുന്നില്ല, അതൊരു പൊളി സാധനം തന്നെയാണ്. അത് നമ്മുടെ ലാലേട്ടൻ്റെ ചെറുപ്പം കാണിക്കാൻ ലാലേട്ടൻ ചെറുപ്പം കാണിക്കുന്നത് 81 ലാലേട്ടൻ കാണിക്കുന്നത്. ഞാൻ സ്പോയിലർ ആയതുകൊണ്ട് പറയുന്നില്ല. അത് പറയാൻ എനിക്ക് മനസ്സിലായി. ലാലേട്ടനെ ചെറുപ്പം കാണിക്കാൻ ഏറ്റവും അനുയോഗ്യ ആരാണോ ആൾ തന്നെയാണ്. അത് ഞാൻ പറയാൻ എനിക്ക് മനസ്സിലാക്കുക. സ്പോയിലർ ആയിരുന്നില്ല, അത് പൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞത് അർജുൻദാസ് എന്ന് പറഞ്ഞത് അത് മാസ് സാധനമുണ്ട്. അത് പൊളി സാധനം. അദ്ദേഹം അടിപൊളി പുള്ളിക്കാരൻ അത് ചെയ്തിട്ടുണ്ട്. ആ 81 കാലഘട്ടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ലാലേട്ടൻ ചെറുപ്പം കാണിക്കും. അത് ആരാ ഞാൻ പറയുന്നില്ല, അത് സ്പോയിലറാണെന്ന് പറയുന്നില്ല. അത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. ആര് ചെയ്താലും അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ഡയറക്ഷൻ ലാലേട്ടൻ്റെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തത്. പരിപാടിയില്ല അടിപൊളിയാണ്. വില്ലനൊക്കെ അടിപൊളിയാണ്. ഡ്രാഗൻ്റെ വില്ലനെ കണ്ടുപിടിച്ചു. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. ചൈന കൊറിയനാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. അത് പൊളിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് വില്ലനൊക്കെ അടിപൊളിയായിട്ട് പടം സൂപ്പറാണ്. 300 കോടി അടിക്കും. കിട്ടില്ല പടം 300 രൂപ അടിക്കും. ഇവിടെ നേരത്തെ ടിക്കറ്റ് എടുത്താൽ പറഞ്ഞു ഒന്നും നോക്കണ്ട, പടം 300 രൂപ അടിക്കും. വേണോ 300 കോടി വേൾഡ് വൈഡ് കളക്ഷൻ 300 കോടി. പടം വേറെ ലെവലല്ല. ലാലേട്ടൻ പൊളിച്ചിരിക്കണോ, പൃഥ്വിരാജ് പൊളിച്ചിട്ട് അടിച്ചടിച്ച് കയറും. പടം കിട്ടില്ല പടമാണ്. നിങ്ങൾ നേരത്തെ ടിക്കറ്റ് എടുത്തോ. ഓക്കെ അടിപൊളി പറഞ്ഞ പൃഥ്വിരാജിൻ്റെ അഭിനയം പോലെ ലാലേട്ടൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. പിന്നെ മേക്കിങ് നല്ല കിടലനായിട്ട് ചെയ്തിട്ട് ഒന്നും പറയാൻ നല്ല സൂപ്പർ നല്ല മൂവി. എല്ലാവരും കാണുക, എല്ലാവരും കാണുക. എങ്ങനെയാണ് നമ്മളാ
അങ്ങനെ പാട്ടുകളില്ല. അതുപോലെ ലാലേട്ടൻ വന്നതും പിന്നെ ടോവിനോ വന്നതും പിന്നെ അതുപോലെ ഇന്ദ്രജിത്ത് ബൈജു സാറ് പിന്നെ സായികുമാർ സാറ് മഞ്ജു ചേച്ചിൻ്റെ വരവെല്ലാം നല്ല വരവാണ്. അതുപോലെ ലൊക്കേഷൻ ഏരിയ പിന്നെ